വിശുദ്ധ യൗസേ പിതാവിനോടുള്ള സമർപ്പണം. 27-ാം ദിവസം. കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായ യൗസേപ്പ്. ദൈവവചനം. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ധ്യാനം. പരിശുദ്ധി പുണ്യവും ബ്രഹ്മചര്യം വ്രതവുമാണ്. പരിശുദ്ധി എന്ന പുണ്യം ദൈവം എല്ലാവർക്കും നൽകുന്ന ദാനമാണ്. സ്വകാര്യ ജീവിതത്തിൽ പരിശുദ്ധി സൂക്ഷിക്കുന്നവരെ ദൈവം ഒരുപാട് ആദരിക്കും. ആത്മീയ പോരാട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണിത്. ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്കുള്ള ക്ഷണം ലഭിച്ചവരാണ് നാം. നമ്മുടേതല്ല, ദൈവത്തിൻ്റേതാണ്. ജീവിതത്തിൻ്റെ ഉടമസ്ഥാവകാശം ദൈവകരങ്ങളിലാണെന്നറിയുമ്പോൾ കുറെ കൂടി പരിശുദ്ധിയോടെ ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയും. നാം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണല്ലോ. 2 ശരീരങ്ങൾ കണ്ടുമുട്ടുമ്പോൾ 2 ദേവാലയങ്ങളാണ് കണ്ടുമുട്ടുന്നത്. ശ്രേഷ്ഠമായ ദൈവവിളി ലഭിച്ച മനുഷ്യരാണ് എന്ന സത്യം മറന്ന് വില കുറഞ്ഞ പല കാര്യങ്ങൾക്കും ജീവിതം വെച്ച് കൊടുത്തതിനെയോർത്ത് മനസ്തപിക്കണം. മറിയവും ജോസഫും 2 ദേവാലയങ്ങളാണ്. അവർക്ക് ലഭിച്ച യേശുവിനെ അവർ പരിരക്ഷിക്കുന്നത് കാണുക. ശ്രദ്ധയില്ലാത്ത പെരുമാറ്റത്താലും വിചാരമില്ലാത്ത ചെയ്തികളാലും എത്രയെത്ര പ്രാവശ്യമാണ് ദൈവഭവനത്തിന് നാം ക്ഷതം വരുത്തിയത്. രക്ഷകനെ വളർത്തിയ യോസേപ്പിൻ്റെ അടുത്തേക്ക് പോകാം നമുക്ക്. കന്യാവ്രതം ദൈവവിളിയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രത്യേകം ജീവിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ സ്വീകരിക്കുന്ന വിളി. വ്രതമെന്നാൽ വാക്കിന് പരിശുദ്ധിയുടെയും വിശ്വസ്തതയുടെയും മൂല്യം കൽപ്പിക്കുക എന്നർത്ഥം. ദൈവരാജ്യത്തിനായി മാറ്റി നിർത്തപ്പെട്ടവർ അതിനായി ജീവിക്കണം. യോസേപ്പ് വളരെ ചെറുപ്പം മുതൽ ബ്രഹ്മചര്യവ്രതം സ്വീകരിച്ചു. ദൈവകാരുണ്യത്താൽ നിത്യകന്യകയായ മറിയത്തോട് ഏറ്റവും വിശ്വസ്തനായിരിക്കാൻ അവന് കഴിഞ്ഞു. ഓരോ ദൈവവിളി അനുസരിച്ചും അതിന് ആനുപാതികമായ കൃപാദാനങ്ങൾ നൽകുന്നത് ദൈവമല്ലേ? യോസേപ്പ് പ്രാർത്ഥിച്ചു, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, എന്നെ നീ നിനക്കായി മാത്രം സൃഷ്ടിച്ചുവല്ലോ. മറ്റൊന്നിലും ആനന്ദം കണ്ടെത്താൻ എന്നെ അനുവദിക്കരുതേ. എന്നിൽ അങ്ങ് മാത്രം ഭരണം നടത്തുക. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയുടേതാണ്. നിൻ്റെ ഹിതം പോലെ എന്നെ ഉപയോഗിച്ചു കൊള്ളുക. ദൈവത്തിനായി മാത്രം നൽകിയ യോസേപ്പിന് ദൈവേഷ്ടം നിറവേറ്റാൻ എളുപ്പമായിരുന്നു. നേരത്തെ തന്നെ കന്യാവ്രതം സ്വീകരിച്ച് ജീവിച്ചു പോന്ന മറിയത്തെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോഴും അവൻ അതനുസരിച്ചു. കാരണം സമർപ്പിത ജീവിതത്തോട് ദൈവത്തിന് ഏത് വിനയനെയും കൽപ്പിക്കാൻ അവകാശമുണ്ട്. കാരണം നാം നമ്മുടേതല്ല. കന്യകയായ മറിയത്തെ ബ്രഹ്മചാരിയെ യോസേപ്പ് കുലീനമായി പരിരക്ഷിച്ചു. അവർക്ക് നൽകപ്പെട്ട നിത്യബ്രഹ്മചാരിയായ ഈശോയ്ക്ക് വേണ്ടി അവർ ജീവിച്ചു. മറിയത്തിനായി ജോസഫിനെ കണ്ടെത്തിയ ദൈവം കുരിശിൻ ചുവട്ടിൽ ബ്രഹ്മചാരിയായി നിൽക്കുന്ന യോഹന്നാൻ്റെ കരങ്ങളിൽ അവളെ ഏൽപ്പിച്ചു കൊടുത്തു. വൃതഭ്രത്തരെക്കുറിച്ച് ദൈവത്തിന് വലിയ കരുതലുണ്ട്. എന്നാൽ ദൈവത്തിന് മാത്രം മാറ്റി നിർത്തപ്പെട്ട എത്രയെത്ര ജീവിതങ്ങളാണ് അശുദ്ധി എന്ന കല്ലിൽ തട്ടി തകർന്നു പോകുന്നത്. കടന്നു പോകുന്ന വികാരങ്ങളുണ്ട്, നിലനിൽക്കുന്ന ബന്ധങ്ങളുമുണ്ട്. ദൈവം അംഗീകരിക്കാത്ത ബന്ധങ്ങൾക്കായി എന്നേക്കും നിലനിൽക്കുന്ന ബന്ധത്തെ നശിപ്പിക്കരുത്. നിറ യൗവനത്തിലാണ് യോസേപ്പ് തൻ്റെ ജീവിതത്തെ ദൈവത്തിനായി നൽകിയത്. സകല ആനന്ദത്തിൻ്റെയും കാരണമായ ദൈവത്തെ ചേർത്ത് പിടിക്കാൻ പരിശുദ്ധനായ യോസേപ്പെ നിനക്ക് കഴിഞ്ഞുവല്ലോ. ജീവിത സമർപ്പണം നടത്തുമ്പോഴും ഒട്ടേറെ മോഹങ്ങൾ ഇനിയും ഞാൻ സമർപ്പിക്കേണ്ടതുണ്ട് എന്നറിയുന്നു. എൻ്റെ തെറ്റായ മോഹങ്ങൾ എന്നെ പാപത്തിൽ വീഴ്ത്തുന്നു. ഇനിയും ഞാൻ ഈശോയുടേതായി മാറിയിട്ടില്ല എന്നറിയുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. എന്നെ സഹായിക്കാൻ വരുമോ? പ്രാർത്ഥന. കന്യാവ്രതക്കാരുടെ കാവൽക്കാര, തെറ്റായ മോഹങ്ങളിൽ നിന്നും മോഹഭംഗങ്ങളിൽ നിന്നും എന്നെ അകറ്റി ഈശോയുടേതാക്കി മാറ്റണമേ. ആമേൻ.